അവിടെ പോയി നോക്ക്. ചെല്ല്. അവിടെ 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 പുറത്ത് പോയി നോക്ക്. നോക്ക്, ചെന്ന് നോക്ക്. ചാടാൻ പറ്റുമോ നോക്കിയേ. അയ്യോ അയ്യോ, എന്തുണ്ടായി എന്തുണ്ടായി കഥ? ആ ആ അങ്ങോട്ട് പോരെ. പേടിണ്ടാ പേടിണ്ടാ പൊന്നുവാ പൊന്നമ്മ? പേടിണ്ടാ പേടിണ്ടാ? സുന്ദരിയെ, നമ്മുടെ സുന്ദരിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് സുന്ദരി പെണ്ണാണെന്ന് പൊന്നമ്മ. ആ എല്ലാവരും പറയാ സുന്ദരി പെണ്ണാണെന്ന്. ആ സുന്ദരി ഇവിടെ ഇരുന്നേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് സുന്ദരിനെ നോക്കട്ടെ. അതിലൊന്നൊന്നുമില്ല. നോക്കിയേ സുന്ദരി പെണ്ണ് എന്താണ്. ഞാൻ അവിടെ നോക്കിയേ. വീഴട്ടെ വീഴട്ടെ പൊന്നമ്മ. ഇത് വാ ഇത് വായു സുന്ദരി പെണ്ണ്. സുന്ദരി പെണ്ണ് സുന്ദരി പെണ്ണ് ആകെ കറുത്ത് പോയല്ലോ. വാ ഇറങ്ങ പോവാ. ആ പൊച്ചോളെ. ഓ ഓടിക്കോളെ. ആ ഞാൻ വരാം നടന്നോ, നടക്ക്, ഞാൻ വരാം. കുഞ്ഞാട് മാറി നിൽക്ക്, വാതിലടക്കട്ടെ. കുഞ്ഞുകുട്ടി അല്ല, ഫോൺ എവിടെ? ഇത് വന്നേ. ഫോൺ എടുത്താ? ഫോൺ എടുത്തില്ല. ഞാൻ വരാം. അവിടെ നിന്നോ ഞാൻ വരാം. ഒച്ചൂ, എൻ്റെ കുഞ്ഞു മോള് തല കഞ്ഞി വീണ. അച്ചൂ, പെസറ് കുറഞ്ഞ? പെസറ് നോട്ടെ, പ്രഷർ കുറഞ്ഞ നോക്കട്ടെ പൊന്നമ്മ. ഡിയേ തവളക്കുട്ടി കുഞ്ഞുകുട്ടി ചാർലിനെ ഇട്ടിങ്ങനെ തല്ല് കൂടുക. അടി ഇടി കടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവർ. എനിക്ക് വേറെ പിന്നാലെ നടക്കലാണ് ജോലി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ ഇവരെൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാം അല്ലേ? കച്ചണ പൊങ്ങത്തി കച്ചണടി ദേഷ്യം വരണ്ട നിനക്ക്? പറയടി, ദേഷ്യം വരുന്നുണ്ടാ നിനക്ക്? ദേഷ്യം വരുന്നുണ്ടാ? ദേഷ്യം വരുന്നുണ്ടാ? ഉണ്ടടി. ഓച്ചോ, എൻ്റെ കൈ കച്ചല്ലു. ആട്ടിയെ കിട്ടു. പോയേടി, പോയവിടുന്ന്. ചെല്ല് വാ. നിലത്ത് കിടന്ന് ഉരുളാതെ എണീറ്റ് അവിടുന്ന് എഴുന്നേക്ക്. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം, വെയിറ്റ് ചെയ്യും. എൻ്റെ ഫോണ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ വിചാരം ഞാൻ മറന്നിട്ട് ഞാൻ എടുക്കാൻ പോയതാ. ഞാൻ അവളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. വാ കോമഡി. വാ, ഞാൻ വാതിലടക്കട്ടെ. വായു സുന്ദരി പെണ്ണെ, വാ എഴുന്നേക്ക്. എന്താ ശബ്ദം? നീ അങ്ങോട്ട് പോകണ്ട, നീ നമ്മൾ താഴെ ഇറങ്ങാം. വാ ഓടി വാ. ആ ഓടി. ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഓടിപ്പോവാ. ഇവിടെ മങ്കമ്മ ഓടി വച്ചു. വയ്യാണ്ടായിട്ട് അവൾക്ക് കിതച്ചിട്ട് ഒന്ന് ഓടുമ്പത്തിന്. കഴിച്ചോട്ടാ പൊന്നമ്മ, കഴിച്ചോട്ടാ. എന്താ വേണ്ട? ഈ ഭദ്രകാളിക്ക് ഇനി ഫുഡ് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലാതെ അവൾ കഴിക്കരുത്. മാറിക്ക്
പാത്രത്തിൻ്റെ കുൽക്കൽ കേട്ടു. ചാർലി പാപ്പ ഉറങ്ങണോർത്തുനിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ്. ഉറങ്ങിക്കോ ചാർലി, റൂമിൽ പോയിട്ട് ഉറങ്ങിക്കോ. ചെല്ല്, റൂമിൽ പോയിട്ട് ഉറങ്ങിക്കോ. ചെല്ല് ചെല്ല്. കുഞ്ഞിപ്പെണ്ണ് ഫുഡ് കഴിക്കുക കേട്ടാ. കുഞ്ഞിപ്പെണ്ണിന് എത്ര അതിലുണ്ടെങ്കിലും ഇതിൽ നിന്ന് 2 മണി ഇങ്ങനെ ഇടണ പോലെ ഇടണം കേട്ടോ. ഇടണ പോലെ അല്ല, ഒരു 2 മണി അല്ലേ ഫ്രഷായിട്ട് കിട്ടണം. അന്നന്നത്തെ ഫുഡ് അന്നന്ന് കഴിയും കേട്ടോ. ഇവരിങ്ങനെ കുറച്ച് ഇങ്ങനെ വന്ന് കഴിക്കും, വിശക്കുമ്പോൾ ചോദിക്കും. അങ്ങനെയാണ്. എനിക്കിങ്ങനെ വിശന്നിട്ട് വരുന്ന കാണുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ഫുൾ ടൈം ഫുഡ് ഇവിടെ ഉണ്ടാവും അവർക്ക് അല്ലേ. അവരിങ്ങനെ കുറച്ചാ കഴിക്കുള്ളൂ. ക്വാണ്ടിറ്റി തീരെ അങ്ങനെ കൂടുതൽ കഴിക്കില്ല. ഇവൻ തീരെ കഴിക്കില്ല. 2 മണി 10 മിനിറ്റ് 2 മണി. നമ്മുടെ പൊന്നി പോയി മുങ്ങിക്കോ കുമ്പ. അമ്മനായിട്ട് അടിപിടി ബോധമുണ്ടെങ്കിൽ ഡിഷ്കും തല്ലന്നെ രണ്ടാളും. എനിക്കിത് മുക്കാൻ പറ്റൂല കേട്ടോ ലാലിപ്പാപ്പ കേട്ടോ. ചാർലി വാ, ഉറങ്ങാ, വാ, എഴുന്നേക്ക് വാ. കഴിഞ്ഞ തങ്കമ്മയുടെ കഴിഞ്ഞടി. നീങ്ങണ്ട, എവിടുക്ക അവിടെ കിടന്നോ കേട്ടാ, അവിടെ കിടന്നോ. ഞാൻ പോടത് നോക്കിയിട്ടിരിക്കുക നീ അവിടെ. കുഞ്ഞിപ്പാപ്പേ വാ, നമുക്ക് കിടക്കാം, വാ പോരാ, വായോ നമുക്ക് ഇവിടെ വാവ കേക്കാം. ഓടി വാ ലാളിപ്പാപ്പൻ ഫാറ്റ് ഉണ്ട്, വാ ഓടി വാ. ഇതാട്ടാ നമ്മുടെ കുഞ്ഞിപ്പാപ്പ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് ഉണ്ട്. അവിടേക്ക് ഇന്നോ കിന്നൊരു സ്ഥലം നീ കണ്ടെത്തണം കേട്ടോ. എങ്ങനെയാണ് കെടുക്കണേ? ശരി. അച്ചു ഇങ്ങനെ കിക്കണത് കുഞ്ഞിച്ചക്ക ലാലിപ്പാപ്പൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിക്കാട്ടോ കുഞ്ഞിച്ചക്ക. ഇനി കുറേ നേരം കിടന്നുറങ്ങും. ഫുഡ് എടുക്കണ ശബ്ദം കേട്ടിട്ട് എന്താണെന്ന് നോക്കാൻ വന്നതാട്ടാ. കഴിക്കണമെന്നൊന്നുമില്ല. കാര്യങ്ങൾ അറിയണം ലാലിപ്പാപ്പന്. കൊച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയണം. വൃത്തിയില്ലാ കാര്യങ്ങളും ഇല്ലേ. തടി കുറഞ്ഞു കിട്ടാ, നന്നായി തടി കുറഞ്ഞു. ഇതിന് മിയാവിൻ്റെ ഫുഡൊന്നും ഇഷ്ടമില്ല. ഇതിന് നല്ല വില കൂടിയ ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. റോയൽ കാനൻ്റെ ഒക്കെയാണ് അവനക്കിഷ്ടം. അല്ലേ ലാലിപ്പാപ്പ? അതൊക്കെ കൊടുത്തിരുന്നപ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ. 4 കിലോനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 അല്ല 5-6 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 കിലോനൊക്കെ ഉണ്ടാവും. അത് കുഞ്ഞിച്ചക്കന് നല്ല ഫുഡ് വേണമെന്ന് കണ്ണ് വെള്ളമാണ് കേട്ടോ. ചളിയല്ല കേട്ടത്, ചളിയല്ല ഇത്, വെള്ളം ഒലിച്ചുള്ളത്. നനഞ്ഞ കാരണം ഇവൻ്റെ മഞ്ഞ ഹെയർ ആയതുകൊണ്ട് നനവ് വരുമ്പോൾ അപ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. ഞാൻ കൈ വോഷ് ചെയ്യത്തേട്ടാ ലാലിപ്പാപ്പൻ്റെ കണ്ണിനാ തൊത്തിയില്ലേ. ഞാൻ തൊത്തിയില്ലേ. കണ്ണിൻ്റെ വലുത് ഒക്കെ തൊത്തിയില്ലേ. കുഞ്ഞു മൂക്കത്തൊത്തേ. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കറിയാം കുറച്ച് ഭ്രാന്തൊക്കെ ഉള്ളത്. കൊച്ചു പാന്തൊക്കെ ഉണ്ടെന്ന് അല്ലേ. കൊച്ചു പാന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ലേ. കണ്ണ് തെറ്റിയ കുറുമ്പനാട്ടോ. കുറുമ്പ് കാണിക്കാൻ പോകും അമ്മനെ ഇവിടെ ഇട്ടിട്ട് അടി അല്ലേ ചാർലി പാപ്പ. അപ്പു ചേട്ടൻ കാലത്ത് വന്ന് പോയിട്ടോ.
അപ്പോൾ ചേട്ടൻ 2 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെയാണ്, നമ്മുടെ ഇവിടെയാണ് രാത്രി കിടന്ന് ഉറങ്ങണത്. എന്തോ പറ്റീനാവോ, 2 ദിവസം വന്ന രാത്രിയൊക്കെ എൻ്റെ കൂടെ കിടന്ന്. പിന്നെ പിന്നെ കണ്ടില്ല. പിന്നെ ഇന്നലെ രാവിലെ കണ്ടതാ, അല്ല ഇന്ന് രാവിലെ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. കിടക്കട്ടോ, ഉറങ്ങിക്കോ. ബൈ ബൈ, സി യു.